നമ്മുടെ ടോപ്പിക് കമ്പ്യൂട്ടർ സയൻസ്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന വിഷയത്തിലൂടെ എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത്? പണ്ട് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഈ മാത്തമാറ്റിക്കലായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലൂടെ പഠിക്കുന്നത്. പ്ലസ് വണ്ണിൽ പഠിച്ചതിൻ്റെ ആ അടിസ്ഥാനപരമായ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടി വിപുലീകരിച്ച രീതിയിലാണ് നമ്മൾ പ്ലസ് ടു സിലബസിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? നമുക്ക് എൻജിനീയറിംഗ് ലെവൽ മാത്രമല്ല, ടെക്നിക്കലായിട്ട് ഒരുപാട് അഭിരുചിയുള്ള കുട്ടികൾക്ക് ടെക്നിക്കലായിട്ടുള്ള ഫീൽഡുകൾ സെലക്ട് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇത്. മറ്റൊരു കാര്യം, നമ്മുടെ ബ്രെയിനിൻ്റെ വികാസത്തിന് ഇത് ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ അതിലൂടെ കുട്ടികളുടെ ആ തലച്ചോറിൻ്റെ പ്രവർത്തനം മാത്രമല്ല, ബ്രെയിൻ ട്യൂണിങ്, നല്ല രീതിയിൽ അവർക്ക് ലോജിക് ഡെവലപ്മെൻറ്റ്. എന്താണ് ലോജിക് എന്ന് പറയുന്നത്? ഓരോ കുട്ടിയുടെയും ആ ബ്രെയിനിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയധികം ഫാസ്റ്റായിട്ട് പ്രവർത്തിപ്പിക്കാനും അവർക്ക് ഉദ്ദേശിച്ച ആ കാര്യം എന്താണ് കമ്പ്യൂട്ടറിലൂടെ അവരോട് ചെയ്യാൻ പറയുന്ന കാര്യം അത് അവർക്ക് കൂടുതൽ ഭംഗിയായിട്ട് പ്രതിഫലിപ്പിക്കാനും സാധിക്കുന്നു. അതാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മുൻകൂട്ടി പഠിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയല്ല, പകരം ആ മുൻകൂട്ടി പഠിച്ചതിൽ നിന്നും നമ്മൾ നേടിയ അറിവ് എന്താണോ ആ അറിവിനെയാണ് നമ്മൾ പുതിയ പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ നമ്മൾ പ്രവർത്തിപ്പിച്ച് എടുക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന റോബോട്ടുകളായാലും അതുപോലെ തന്നെ പുതിയ നാനോ ടെക്നോളജി, ഇതുപോലുള്ള ഒരുപാട് വിദ്യകളിലേക്ക് ഇന്ന് ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കയറാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഡാറ്റ ടൈപ്പുകൾ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ C++ എന്ന പ്രോഗ്രാമിംഗ് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾക്ക് നോക്കാം. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിലർ പറയും അത് വലിയ പ്രയാസമാണ്, ചിലർ പറയും അത് എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രയാസമാവുന്നത്, എന്തുകൊണ്ടാണ് ഇത് എളുപ്പമാവുന്നത്? ആദ്യം തന്നെ നമ്മളിപ്പോൾ ഏത് വിഷയം പഠിക്കുമ്പോഴും നമുക്കത് പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി നമുക്കറിഞ്ഞാൽ ഇതെല്ലാം എളുപ്പമാണ്. ആ രീതിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് പ്രയാസം. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അറിയണം എന്തിനാണ് നമ്മളിപ്പോൾ C++ അതുപോലുള്ള ഒരുപാട് പ്രോഗ്രാമിങ്ങുകൾ പഠിക്കുന്നത്. ഈ പ്രോഗ്രാമിങ്ങുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ ആ ബുദ്ധി വികാസവും അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാലും നല്ലതാണോ നല്ലതല്ലേ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പക്ഷേ അത് ഏത് സ്ഥലത്ത് ഏതാണ് വേണ്ടത് അതനുസരിച്ചാണ് അവരുടെ ആ ഗുണവും നന്മയും കൂടുന്നത്. ഓരോ കമ്പനികൾ ഓരോ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവരുടെ അവിടെയുള്ള അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ C++ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണക്കിൽ എന്തെല്ലാം ഫോർമുലകൾ പഠിക്കുന്നു, എന്തെല്ലാമാണ് കണക്കിലൂടെ നമ്മൾ ചെയ്യുന്നത്, അതെല്ലാം നമ്മളിവിടെ പ്രോഗ്രാമിങ്ങിലൂടെ വികസിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടിയുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലൂടെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണക്കിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓരോരോ കുട്ടികളുടെയും മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് C++ എന്ന് മാത്രമല്ല എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഇത് നമുക്ക് ഉണ്ട്.
അപ്പോൾ ഏത് ലാംഗ്വേജ് എടുത്താലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇനി സ്ട്രക്ചറിനെ പറ്റി നമുക്ക് പറയാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ഡാറ്റ ടൈപ്പുകളെ നമ്മൾ ഇവിടെ ഒന്ന് ഓർത്തെടുക്കണം. നമുക്കറിയാം C++ലെ ഡാറ്റ ടൈപ്പുകൾ എന്തെല്ലാമാണ് നോക്കാം. നമുക്ക് ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന തരം ഡാറ്റ ടൈപ്പുകളാണ്. ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു കുട്ടിയുടെ മാർക്ക്, ആ കുട്ടിയുടെ ടോട്ടൽ, ആവറേജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ, അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരം ഫോർമുലകൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും ആ ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്കറിയണം നമ്മൾ അവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്താണ്. അതായത് അതൊരു ഹോൾ നമ്പറാണോ, സ്ഥിരസംഖ്യയാണോ, അതല്ല എങ്കിൽ അതൊരു ഫ്രാക്ഷൻ ആണോ, ഒരു ഭിന്നസംഖ്യയാണോ, ഇതെല്ലാം നമുക്കറിയണം. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുൻപേ, ഇപ്പോൾ സാധാരണ ഒരു കണക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഫോർമുല എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് ആ കണക്കിൽ തന്നിട്ടുള്ളത്, അതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം എഴുതുമ്പോഴും ആ പ്രോഗ്രാമിലെ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റ ടൈപ്പുകൾ ആണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്കറിയണം ഇൻറ്റിജർ എന്താണ്. ഇൻറ്റിജറാണ് ഹോൾ നമ്പേഴ്സിന് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ്? എന്ത് തരം ഡാറ്റയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ആശയത്തിനനുസരിച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇന്ന ഡാറ്റ ഉപയോഗിക്കണം, ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃത്യമായി അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇൻറ്റിജറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഹോൾ നമ്പേഴ്സേ പാടുള്ളൂ. ക്യാരക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ലെറ്റർ, ഒരു അക്ഷരം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാരക്ടർ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ പേരുകൾ, അഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ വേണം. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ ആയിട്ടുള്ള വാല്യൂ ആണ് ഫ്ലോട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഡബിൾ എന്ന് പറയുന്നത് വീണ്ടും ഡെസിമൽ തന്നെയാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 6 സംഖ്യകൾ വരെ പറ്റുള്ളൂ. ഡബിൾ എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 15 സംഖ്യകൾ വരെ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത് ഈ ഡാറ്റ ടൈപ്പുകളെല്ലാം തന്നെ ഓരോ ഡാറ്റ ടൈപ്പിൽ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻറ്റ് എ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ടൊരു ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ കൊടുക്കുക. ഈ ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ ആ ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ ആണ് അവിടെ സ്റ്റോർ ചെയ്തിരുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലോട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫ്ലോട്ട് എക്സ്. അപ്പോൾ ഒരു വാല്യൂ ആണ് നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നത്, അത് ഒരു ഡാറ്റ ടൈപ്പിൽ പെടുന്നു. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇൻറ്റ് എ, ഇൻറ്റ് ബി, ഇൻറ്റ് സി അങ്ങനെ കൊടുക്കാം. ഫ്ലോട്ട് എക്സ്, ഫ്ലോട്ട് വൈ, ഫ്ലോട്ട് സെഡ് അങ്ങനെയും കൊടുക്കാം. പക്ഷേ ഒരു വാല്യൂ, അതായത് ഒരു ഡാറ്റ ടൈപ്പ് മാത്രമാണ് അവിടെ നമ്മൾ കൊടുത്തിരുന്നത്. അതിനൊരു വ്യത്യാസം നമുക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സ്ട്രക്ചർ ചെയ്യുമ്പോഴാണ്. സ്ട്രക്ചറിൽ എങ്ങനെയാണ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ID കാർഡ് ഉണ്ട്. ഈ ഒരു ID കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ ID കാർഡിൽ കുട്ടിയുടെ പേര്, അതേപോലെ റോൾ നമ്പർ, അഡ്രസ്സ്, ഫോൺ നമ്പർ, ചില ID കാർഡിൽ ബ്ലഡ് ഗ്രൂപ്പ്, ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം പേര് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്, അതേപോലെ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും, അതുപോലെ തന്നെ അഡ്രസ്സ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ് അഗെയിൻ. അതേപോലെയുള്ള ഒരുപാട് ഡാറ്റ ടൈപ്പുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ആ ID കാർഡ് രൂപത്തിൽ നമ്മുടെ മുൻപിൽ കാണുന്നത്. ഇനി അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു
സ്ട്രക്ചർ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടി പറയാം, സ്ട്രക്ചർ എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ചതായിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ. ഡാറ്റ ടൈപ്പ് എന്താണ്? എന്ത് തരം ഡാറ്റയാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഡാറ്റ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണോ, നമ്മളുടേതായ രീതിയിൽ നമ്മൾക്ക് എന്തെല്ലാം ഡാറ്റകൾ ഉൾപ്പെടുത്തണമോ, പലതരത്തിലുള്ള ഡാറ്റ ടൈപ്പുകൾ വരും. ആ ഡാറ്റ ടൈപ്പുകളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ ഒരു സ്ട്രക്ചർ എന്ന സംവിധാനത്തിലൂടെ അതിനെ കാണിക്കുന്നു. അപ്പോൾ എന്താണ് ഗുണം? നമുക്ക് അവിടെ എല്ലാ ഡാറ്റ ടൈപ്പുകളും അതിൽ ബാധകമാണ്. ഏത് വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് സ്ട്രക്ചറിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കിവിടെ സ്ട്രക്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തിരിക്കുകയാണ് ഒരു സ്ട്രക്ചറിന്. ഇവിടെ ഈ സ്ട്രക്ട് എന്ന് പറയുന്ന സാധനം അത് കീവേഡാണ്. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണോ, ഈ സ്ട്രക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സ്ട്രക്ചറിനെ ഇവിടെ ഉണ്ടാക്കുന്നു. സ്ട്രക്ട് എന്ന കീവേഡിൻ്റെ അർത്ഥം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രക്ചറാണെന്നാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡേറ്റ് എന്ന് കാണാം. ഇത് സ്ട്രക്ചറിന് നമ്മൾ കൊടുക്കുന്ന പേരാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും അർത്ഥവത്തായ മീനിങ്ഫുള്ളായ പേരുകൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കതിന് പേര് കൊടുത്തു, നമ്മൾ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ കേളി ബ്രാക്കറ്റ് തുറക്കുക നമ്മൾ. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇൻറ്റ് DD ഒരു വേരിയബിൾ, ഇൻറ്റ് MM അടുത്ത വേരിയബിൾ, ഇൻറ്റ് YYY എന്നിങ്ങനെ മൂന്നാമത്തെ വേരിയബിളും നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പുതുമയും തോന്നില്ല, കാരണം 3 വാല്യൂസും ഇൻറ്റിജർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇനി നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേറെ 3 വേരിയബിളും 3 തരത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ഡാറ്റ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്ട്രക്ട് എന്നൊരു കീവേഡ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഡേറ്റ് എന്ന പേരിൽ ഒരു പേര് കൊടുത്തിരിക്കുന്നു ഈ സ്ട്രക്ചറിന്. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡേറ്റ് എന്ന സ്ട്രക്ചറിൽ നമ്മളിവിടെ പഠിച്ചത് എന്താണ്? ഡാറ്റ കൊടുക്കുമ്പോൾ ഇൻറ്റിജറായിട്ട് 3 ഇൻറ്റിജറായിട്ടാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോണത് സ്റ്റുഡൻറ്റ് എന്ന പേരിലുള്ള ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇതിൽ നമുക്ക് കാണാം റോൾ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജറായിട്ട് കൊടുത്തു, അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്നത് ക്യാരക്ടറായിട്ട് കൊടുത്തു, മാർക്ക് എന്ന് പറയുന്നത് ഫ്ലോട്ടായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇൻറ്റിജർ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റോൾ നമ്പർ ഒരു കുട്ടിയുടെ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു ഹോൾ നമ്പറാണ് കൊടുക്കുക. പിന്നെ അതുപോലെ നെയിം 10 എന്ന് വെച്ചാൽ എന്താ? 10 ലെറ്റർ വരെ സ്റ്റോർ ചെയ്യിക്കാവുന്ന ഒരു പേര് നമുക്കവിടെ കൊടുക്കാം. കുട്ടികളുടെ പേര് കൊടുക്കുമ്പോൾ എന്നർത്ഥം. 10 വേണം നിർബന്ധമില്ല, 10 വരെ ആവാം. പിന്നെ അത് കഴിഞ്ഞാലോ ഫ്ലോട്ട് മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെസിമലായിട്ട് മാർക്ക്, അതായത് 80.5 അല്ലെങ്കിൽ 70.6, 99.5 എന്നിങ്ങനെ ഡെസിമലായിട്ട് നമുക്ക് മാർക്കുകൾ സ്റ്റോർ ചെയ്യിക്കാം. ഇതെല്ലാമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കണം. ആദ്യത്തേൽ നമുക്ക് ഒരേപോലുള്ള ഡാറ്റയാണ് നമ്മൾ കൊടുത്തത്. രണ്ടാമത്തേലോ ആദ്യം ഇൻറ്റിജർ കൊടുത്തു, പിന്നെ ക്യാരക്ടർ, പിന്നെ ഫ്ലോട്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇത്. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ആവണേ എന്നുള്ളതാണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. ഇനി മെമ്മറിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഞാനവിടെ ഇൻറ്റിജർ ആയിരുന്ന എൻ്റെ മന്തിനെ ഞാൻ മാറ്റി. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു? ഞാനിവിടെ അത് ഇൻറ്റിജർ ഡേറ്റ്, അതേപോലെ തന്നെ ക്യാരക്ടറായിട്ടുള്ള മന്ത്, ഇയർ ഇൻറ്റിജറായിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് 3ഉം ഞാനിങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മെമ്മറിയിൽ എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൻ്റെ സ്റ്റോറേജ് ഉണ്ടാകുക, അതാണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോണത്. നമ്മുടെ മെമ്മറീനെ തന്നെ 3ആയിട്ട് തരംതിരിക്കുകയാണ് ഇവിടെ ചെയ്യണത്. എന്നിട്ട് എന്തുണ്ടാവണോ? ആദ്യത്തെ ആ മെമ്മറിയിലെ ആദ്യത്തെ ഭാഗത്ത് DD അഥവാ ഡേറ്റ് സ്റ്റോറായി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗത്ത് മന്ത് അഥവാ നമ്മൾ കൊടുക്കാൻ പോണ മന്തിൻ്റെ പേര് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ടോ YYYY എന്ന് പറയുന്നത് നമ്മുടെ ഇയറാണ്. അപ്പോൾ അവിടെ ഇയറിനെ നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി ഇതിനായിട്ട് നമുക്ക് എത്രത്തോളം ബൈറ്റ്സ് ആവശ്യമുണ്ട്
ഇവിടെ നമുക്ക് നോക്കാം. നമ്മളിവിടെ സൈസ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മളിവിടെ കൊടുത്തിട്ടുള്ള സൈസ് വെച്ചിട്ടാണ് നമ്മളിത് പറയണത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആദ്യത്തത് ഇൻറ്റിജർ ആയിരുന്നു നമ്മുടെ. അപ്പോൾ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമുക്ക് അതിനായിട്ട് 4 ബൈറ്റ്സ് ആണ് സ്റ്റോറേജ് വരണത്. അത് കഴിഞ്ഞ് മന്ത് സ്റ്റോർ ചെയ്യുമ്പോഴോ നമുക്കിവിടെ 10 ബൈറ്റ്സ്. കാരണം എന്താ, 10 ലെറ്റേഴ്സ് വരെ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10 ലെറ്റേഴ്സ് വരെ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലായിരിക്കും അതിൻ്റെ സംവിധാനം. അത് കഴിഞ്ഞ് 4 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇയറാണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ 4, അതായത് 2020. അപ്പോൾ 2020 അങ്ങനെ സ്റ്റോർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 ബൈറ്റ്സ് ആണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മെമ്മറിയിൽ ഇത്ര ബൈറ്റ്സ് ആണ് അവിടെ എടുക്കുക. നമ്മുടെ അടുത്ത ടോപ്പിക് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഏതൊരു സാധനം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും അതിന് ഒരു ഡെഫിനിഷൻ നിർബന്ധമാണ്. എന്താണ് ഡെഫിനിഷൻ? അതായത് എന്താണ് ആ സ്ട്രക്ചർ, എന്താണ് ആ സ്ട്രക്ചറിലൂടെ നമ്മൾ കൊടുക്കുന്നത്, ഇതാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, സ്ട്രക്ചർ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നു ഡേറ്റ് എന്ന്. സ്ട്രക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഡേറ്റ് എന്ന പേര്, ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിവിടെ ഇൻറ്റ് DD, അതേപോലെ കാർ മന്ത്, അതിൻ്റെ സൈസ് 10, നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇൻറ്റ് YY ഇഷ്ടമുള്ള പേര് കൊടുക്കാം വേരിയബിൾസിന്, പ്രശ്നമില്ല. അത് കഴിഞ്ഞ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ ഇടണം. ഈ സെമി കോളൻ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ സ്ട്രക്ചർ അവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെമ്മറി എങ്ങനെയാണ് ഉണ്ടാവുക, അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ മെമ്മറിയുടെ പ്രത്യേകത എന്താണ് നമുക്കിവിടെ അറിയാം. ആദ്യം തന്നെ ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇൻറ്റിജറിൻ്റെ സൈസ് 4 ബൈറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് 4 ബൈറ്റ്സ് മെമ്മറി അതിന് വേണ്ടി നമ്മളവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്താണെങ്കിലോ മന്തിന് വേണ്ടി നമ്മൾ 10 ബൈറ്റ്സ് മെമ്മറി, കാരണം ഇവിടെ 10 ആണ് സൈസ് കൊടുത്തിട്ടുള്ളത്. 10 ലെറ്റേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 10 ലെറ്റേഴ്സ് വരെ നമ്മൾ സ്റ്റോർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് 10 ബൈറ്റ്സ് ആണ് മാക്സിമം അതിൻ്റെ മെമ്മറി സൈസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് YY എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇയർ സ്റ്റോർ ചെയ്യണം 2020. അപ്പോൾ ആ 2020 എന്ന ഇയർ നമ്മൾ സ്റ്റോർ ചെയ്യിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 4 ബൈറ്റ്സ് മെമ്മറി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മെമ്മറി നമ്മുടെ ഒരു സ്ട്രക്ചർ ഡേറ്റ് എന്ന് പറഞ്ഞ ആ മെമ്മറിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണത് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യിക്കാം. ഇതാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണതും വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണതും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ എലമെൻറ്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുക എന്നാണ് അടുത്തത്. ഇവിടെ 2 സ്ട്രക്ചേഴ്സ് നമ്മുടെ മുൻപിലുണ്ട്. ആദ്യം സ്ട്രക്ട് test1 എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ, അതിൽ ഇൻറ്റ് A ഫ്ലോട്ട് B, പിന്നെ T1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം T1 = 3 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇൻറ്റിജറായി മാറുന്നു, അതായത് A ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ 2.5 എന്ന് പറയുന്നത് ഫ്ലോട്ട് B ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഏത് ഓർഡറിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഓർഡറിൽ തന്നെ നമുക്ക് ആ വാല്യൂസ് അവിടേക്ക് സ്റ്റോർ ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? test1 എന്ന പേരിൽ ഒരു സ്ട്രക്ചർ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്, ഒരു ഫ്ലോട്ട് വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഓബ്ജക്റ്റ് T1 എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് നമ്മൾ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. ആദ്യം 3 എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻറ്റിജറായിട്ട് മാറി. പിന്നെ 2.5 എന്ന് കൊടുത്തപ്പോൾ അത് ഫ്ലോട്ട് B ആയിട്ട് മാറി. നെക്സ്റ്റ് അടുത്ത സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സ്ട്രക്ചറിലത്തെ പ്രത്യേകത എന്താ? test2 എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ പേര് test1, ഇവിടുത്തെ പേര് test2. ഇതിലും ഇൻറ്റ് A ഫ്ലോട്ട് B എന്ന് പറഞ്ഞ വാല്യൂ
നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ വെറുതെ ഒരു ഒബ്ജക്റ്റ് T2 എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതിലേക്ക് വേണ്ട വാല്യൂസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ T1ലുള്ള വാല്യൂ നമുക്ക് T2യിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് അടുത്തത്. അതിനായിട്ട് വെറുതെ T2 = T1 എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. എന്താണ് അതിൻ്റെ കാരണം? കാരണം T1 എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്, അതുപോലെ T2 എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. ഒരിക്കലും രണ്ട് മെമ്മറി ഒരുമിച്ച് ഒരേപോലെ രണ്ടും ഒന്നാവില്ല. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇത് ഒരു നീല പെന്നാണ്, ഇതൊരു ചുവന്ന പെന്നാണ്. ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ചാക്കിയാൽ അത് ഒന്നാവില്ല, അത് രണ്ടും രണ്ട് തന്നെയാണ്. അതേപോലെ ഇവിടെ ഈ T1 എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്, T2 എന്ന് പറയുന്നത് മറ്റൊരു മെമ്മറിയാണ്. അപ്പോൾ T1ഉം T2ഉം ഒരിക്കലും ഒരുമിച്ച് ആവില്ല. അപ്പോൾ T1ലത്തെ വാല്യൂ T2യിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ T2 = T1 എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കില്ല, കാരണം രണ്ട് മെമ്മറി ലൊക്കേഷൻസ് ആയതുകൊണ്ട്. പകരം T1.a = T2.a എന്ന് പറഞ്ഞാൽ T1ൽ എന്താണ് a എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിനെ ഞാൻ T2വിന് ആക്സസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അതേപോലെ T1.b = T2.b എന്ന് പറഞ്ഞാൽ ആ T1ലെ b എന്ന വാല്യൂ എന്താണോ അതിനെ ഞാൻ T2ലെ bയിലേക്ക് കൊടുക്കുന്നു എന്നർത്ഥം. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലെ T2 = T1 എന്ന് തന്നാൽ അത് തെറ്റാണ്. എന്താണ് അതിൻ്റെ കാരണം? കാരണം T2ഉം അതുപോലെ തന്നെ T1 എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ ഡിക്ലറേഷൻസ് ആണ്. അപ്പോൾ ഈ T1 എന്ന് പറയുന്നത് test1ൻ്റെ വേരിയബിൾ ഡിക്ലറേഷനാണ്, T2 എന്ന് പറയുന്നത് test2ൻ്റെ വേരിയബിൾ ഡിക്ലറേഷനാണ്. ഇത് രണ്ടും സെയിം അല്ല. അതുകൊണ്ട് നമ്മൾ = ഇട്ട് കൊടുത്താൽ അത് തെറ്റാണ്. പകരം T1.a = T2.a എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. കാരണം T1ൽ എയുടെ വാല്യൂ എന്താണോ അതിനെ ഞാൻ T2യിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ T1ൽ ബിയുടെ വാല്യൂ എന്താണോ അതിനെ ഞാൻ T2ലെ ബിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത ടോപ്പിക് നെസ്റ്റഡ് സ്ട്രക്ചർ. നെസ്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും, നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയും, അതുപോലെ പറയുന്നതാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിനകത്ത് വേറെ ലൂപ്പ്, നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫിനകത്ത് വേറെ ഇഫ് വരുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ ഒരു സ്ട്രക്ചറിനകത്ത് വേറൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ ഒരു സ്ട്രക്ചർ നമുക്ക് തന്നിരിക്കുകയാണ്, ഡേറ്റ്. ഈ സ്ട്രക്ചറിനകത്ത് ഡേ, മന്ത്, ഇയർ, ഈ സ്ട്രക്ചർ ഇവിടെ നമുക്ക് അവസാനിച്ചു. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. അടുത്തതായിട്ട് ഇവിടെ ഒരു സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. അതിൽ ഇൻറ്റിജർ അഡ്മിഷൻ നമ്പർ, ക്യാരക്ടർ നെയിം, ഡേറ്റ്, അതേമാതിരി ഫീസ്, ഫ്ലോട്ട് ഫീസ്, ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഒരു എലമെൻ്റാണ്, ഇത് ഒരു എലമെൻ്റാണ്, ഇതും ഒരു എലമെൻ്റാണ്. പക്ഷേ ഇവിടെ നോക്കുക, ഇതൊരു എലമെൻ്റ് അല്ല. പകരം ഡേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഉടനെ നമ്മുടെ മെമ്മറി നേരെ മുകളിൽ പോയി. അപ്പോൾ ഇവിടെ കണ്ടു ഡേറ്റ്. അപ്പോൾ ഈ ഡേറ്റിനെ നമ്മളിവിടെ റെഫർ ചെയ്യുന്നതാണ് ഇത്. ഒന്നും കൂടി പറയാം. നമുക്ക് സാധാരണയായിട്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനകത്ത് നമുക്കിവിടെ ഡേ, മന്ത്, ഇയർ. അപ്പോൾ എന്തുണ്ടാവണോ, ഈ ഒരു സ്ട്രക്ചറിലൂടെ നമ്മൾ ഡേറ്റിനെയാണ് കാണിച്ചിട്ടുള്ളത്. അതേസമയം താഴെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ട്രക്ചർ, വേറൊരു സ്ട്രക്ചറാണ് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്? നമുക്ക് അഡ്മിഷൻ നമ്പറുണ്ട്, നെയിമുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്ട്രക്ചറിനെ നമ്മളിവിടെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചറിനുള്ളിൽ വേറൊരു സ്ട്രക്ചറിനെ നമ്മൾ റെഫർ ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ളത്. ഇനി ഇതന്നെ നമുക്ക് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം. ഇത് വേറൊരു രീതിയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ഡെഫിനിഷൻ. സെക്കൻഡ് ഡെഫിനിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ ഡേറ്റ ടൈപ്പുകളും നമ്മളിവിടെ കാണിച്ചു. അതായത് അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, അതുപോലെ ഫീസും കാണിച്ചു.
അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് എന്നുള്ള ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്തു അറിയോ, ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണിക്കുന്നു. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ എഴുതുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. എന്നിട്ട് ഇവിടെ താഴെ ഇതിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ഇതൊരു നെസ്റ്റഡ് സ്ട്രക്ചറാണ്, ഇങ്ങനെ എഴുതിയാലും ഇതൊരു നെസ്റ്റഡ് സ്ട്രക്ചറാണ്. ആദ്യത്തെ കേസിൽ എന്താണ് ഉണ്ടായത്, ആദ്യം ഒരു സ്ട്രക്ചർ എഴുതി കഴിഞ്ഞ് അടുത്ത സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ആദ്യത്തെ സ്ട്രക്ചറിനെ നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്തത് ഒരു ഒബ്ജക്റ്റിലൂടെ. അതേപോലെ ഇവിടെ സെക്കൻഡ് ടൈപ്പിൽ എന്ത് ചെയ്തു, ആദ്യത്തെ ഒരു സ്ട്രക്ചർ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു സ്ട്രക്ചർ എഴുതി അതിൻ്റെ താഴെയായിട്ട് ആ ഓബ്ജക്റ്റിനെ നമ്മൾ വെച്ചു, എന്നിട്ടാണ് സ്ട്രക്ചർ ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു സ്ട്രക്ചറിനെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആദ്യം എഴുതിയ ശേഷം അടുത്ത സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റെഫർ ചെയ്യാം. ഇനി എന്താണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം? അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഡേറ്റ് ആണ് കൊടുത്തത്, അത് കഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ സ്റ്റുഡൻ്റ് ആണ് കൊടുത്തത്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ നമ്പർ നമുക്ക് ആവശ്യമുണ്ട്, അതേപോലെ നെയിം നമുക്ക് ആവശ്യമുണ്ട്, അത് കഴിഞ്ഞ് ഈ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതൊരു ഒറ്റ സ്ട്രക്ചറായിട്ട് നമ്മൾ ഇത്രയും കഴിഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ പഠിച്ചതുപോലെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് അതിൻ്റെ അകത്ത് തന്നെ ഡേയും മന്തും ഇയറും ഒക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള വേരിയബിൾസ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതിന് പകരം എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഓബ്ജക്റ്റിനെ മാത്രം പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടത്, അതിനെ ഈ ഓബ്ജക്റ്റിലൂടെ നമുക്ക് എൻ്റർ ചെയ്യിക്കാം. അതായത് നമുക്ക് നമ്മുടെ ആ കോഡിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം, റെപ്പിറ്റേഷൻ ഒഴിവാക്കാം, കുറച്ചും കൂടിയും ഭംഗിയായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ അവതരിപ്പിക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു സ്ട്രക്ചറായിട്ട് എഴുതുന്ന പ്രോഗ്രാമും രണ്ട് സ്ട്രക്ചറായിട്ട് എഴുതുന്ന പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നു. രണ്ടിലും ഒബ്ജക്റ്റ് ക്രിയേഷൻ ഉണ്ട്, രണ്ടിലും രണ്ട് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ഒറ്റ സ്ട്രക്ചറിലൂടെ വേണമെങ്കിൽ എല്ലാം കൂടി കൊടുക്കാം. അതല്ലെങ്കിൽ രണ്ട് സ്ട്രക്ചറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കതിനെ പ്രയോജനപ്പെടുത്താം. എങ്ങനെയാണ് ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിലേക്ക് വാല്യൂസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതും ആക്സസ് ചെയ്യണതെന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് എസ് ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ കോഡ് നമ്മൾ റോൾ നമ്പർ കൊടുത്തു, അതേമാതിരി പേര് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, അതേപോലെ തന്നെ ഫീസ് കൊടുത്തു. ഇനി നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്താണത്? ഓൾറെഡി നമുക്കിവിടെ സ്റ്റുഡൻറ്റിൻ്റെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് എസ് ആണെങ്കിൽ അതിനാണ് എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എസ് ഡോട്ട് നെയിം, അപ്പോൾ എന്താണ് നെയിം നമ്മൾ കൊടുക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് ഡോട്ട് ഡി ടി അണ്ടർസ്കോർ ADM ഡോട്ട് ഡേ, ഇതെന്താണ് സൂചിപ്പിക്കണത്? നമ്മുടെ ഇവിടെ ഈ ഒബ്ജക്റ്റിലൂടെ നമ്മൾ ഡേയ്, മന്ത്, ഇയർ ഈ 3 കാര്യങ്ങൾ കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ലൈൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടാവണു? എസ് എന്ന സ്റ്റുഡൻറ്റിലെ അടുത്ത ഒബ്ജക്റ്റായ DTADM എന്ന ഒബ്ജക്റ്റിലെ മന്ത്, അതേപോലെ എസ് എന്ന സ്റ്റുഡൻറ്റിൻ്റെ അതിലെ ഒബ്ജക്റ്റാണ് ഈ പറഞ്ഞ DT.ADM എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റും സെയിം ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിലുള്ളതായിട്ടുള്ള ഇയർ. ഇങ്ങനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചറിലെ എലമെൻസിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ അഡ്മിഷൻ നമ്പറിൻ്റെ കാര്യത്തിലും നെയിമിൻ്റെ കാര്യത്തിലൊന്നും അത് ബാധകമല്ല. കാരണം അത് ഒരു സാധാരണ സ്ട്രക്ചറെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നെസ്റ്റഡ് സ്ട്രക്ചറിൽ കൊടുക്കുന്ന വാല്യൂസ് ഒരു പ്രത്യേകമായിട്ടുള്ള കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഗ്രൂപ്പിനകത്താണ് കാണിക്കുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതിനെ നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യുന്നത്
വാല്യൂസ് ആക്സസ് ചെയ്യുന്നതാണ് അവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? നമുക്ക് ആ വാല്യൂസ് ഡിസ്പ്ലേ ആവുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഇങ്ങനെ നമ്മൾ ഡോട്ട് ഇട്ടിട്ടാണ് വാല്യൂസിനെ എടുക്കുന്നത്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ സ്ട്രക്ചറിൻ്റെ ഓബ്ജക്റ്റ് വയ്ക്കുക, ഡോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ആ ഓബ്ജക്റ്റിനെ ആദ്യം വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള വാല്യൂ. മറ്റേതാണെങ്കിലോ ജസ്റ്റ് നമ്മൾ ആ ഓബ്ജക്റ്റ് മാത്രം വെച്ചിട്ട് ആ വേരിയബിൾ എടുത്താൽ മതി. ഇങ്ങനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചറിലെ വാല്യൂനെയും സാധാരണ സ്ട്രക്ചറിലെ വാല്യൂനെയും ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചറിൽ എന്ത് വരും? ഒരു സാധാരണ സ്ട്രക്ചറിൻ്റെ ഭാഗവും വരും, പിന്നെ ഒരു നെസ്റ്റഡ് ആയിട്ട് വരുന്ന സ്ട്രക്ചറിലെ വാല്യൂസും ആക്സസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് ആക്സസ് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. നമ്മൾ നേരത്തെ സ്ട്രക്ചർ വേരിയബിളിനെ കുറിച്ചാണ് പഠിച്ചത്. സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആ വാല്യൂവിനെ നമുക്ക് മെമ്മറിയിൽ കാണിച്ചു തരുന്നത് ഈ സ്ട്രക്ചർ വേരിയബിളിലൂടെ ആണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ആ സമയത്ത് അതിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യിക്കാം. അത് കഴിയുമ്പോൾ അത് അവിടെ മെമ്മറിയിൽ പോയിട്ട് സ്റ്റോർ ആവും. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വേരിയബിൾ ഉണ്ടാക്കിയാൽ പോരാ, അതിലേക്ക് ഇപ്പോൾ വേണ്ടി വരികയാണെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യുക, അതിലേക്ക് വേണ്ട വാല്യൂവിനെ എങ്ങനെ സ്റ്റോർ ചെയ്യിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കുക, സ്റ്റുഡൻറ്റ് എന്ന പേരിൽ എനിക്കൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് എസ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഓബ്ജക്റ്റാണ്. ആ ഓബ്ജക്റ്റിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യിക്കുകയാണ്. നോക്കുക, ഇവിടെ നമുക്ക് ആദ്യം തന്നെ 3452 എന്ന് പറയുന്നത് അഡ്മിഷൻ നമ്പറാണ്. ആ അഡ്മിഷൻ നമ്പർ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് പേര് വൈശാഖ് എന്ന പേര് കൊടുത്തു. പിന്നെ ആ കുട്ടി എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് സയൻസാണ്. പിന്നെ ആ കുട്ടിയുടെ ഫീസ് 270 രൂപയാണ് എന്നിങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്ട്രക്ചറിലത്തെ വേരിയബിളിന് ഞാൻ ഇനീഷ്യലായിട്ടുള്ള വാല്യൂ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ എസ്സിൽ കൊടുത്തിട്ടുള്ള വാല്യൂവിനെ എനിക്ക് വേറൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അസൈൻ ചെയ്യുക എന്നാണ് അതിനെ പറയുന്ന പേര്. എങ്ങനെയാണ് ഞാൻ അസൈൻ ചെയ്യുക? ആ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഇതാണ് അസൈൻ ചെയ്യുന്ന രീതി. അസൈൻ ചെയ്യുമ്പോൾ എന്താ വരണേ? സ്റ്റുഡൻറ്റ് ST = S. എസ് ആണ് നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ. ആ സ്ട്രക്ചർ വേരിയബിളിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു അതിനെ നമ്മൾ ഇവിടെ എസ്സിലുള്ളതിന് STയിലേക്ക് കാണിക്കുന്നു. അപ്പോൾ എസ്സിൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് നേരെ STയിലേക്ക് കോപ്പി ആവുന്നതാണ്. ഇങ്ങനെ നമുക്കൊരു സംവിധാനമുണ്ട്. ഇനി ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഒരു ഓബ്ജക്റ്റ് നമ്മളിവിടെ എടുത്തു, ഒരു സ്ട്രക്ചർ വേരിയബിൾ നമ്മളിവിടെ എടുത്തു, അത് തന്നെയാണ് ഈ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ വേരിയബിളിലെ വാല്യൂ എടുത്തിട്ട് വേറൊരു സ്ട്രക്ചർ വേരിയബിൾ ഉണ്ടാക്കി അതിലേക്ക് കോപ്പി ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഇനി ഇത് മെമ്മറിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഇതേ ഓർഡറിൽ തന്നെയാണ് മെമ്മറിയിൽ ഇത് സ്റ്റോർ ആവണത്, ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുണ്ടാവണു? എസ് എന്ന പേരിൽ ഒരു മെമ്മറി ക്രിയേറ്റ് ആവുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതേ ഓർഡറിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഏതാണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ആദ്യം മെമ്മറിയിൽ സ്റ്റോർ ആവുക. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സ്റ്റോർ ആവുക. അങ്ങനെ തുടർച്ചയായിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് വരുന്നു? ഇവിടെ നമുക്ക് ആദ്യം അഡ്മിഷൻ നമ്പർ സ്റ്റോർ ചെയ്തു, അത് കഴിഞ്ഞാൽ പേര് സ്റ്റോർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് സ്റ്റോർ ചെയ്തു, പിന്നെ ഫീസ് സ്റ്റോർ ചെയ്തു. പിന്നെ നമ്മളിവിടെ എസ് എന്ന ആ എന്താ പറയുക വേരിയബിളിലത്തെ വാല്യൂ STയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ അതേ ഓർഡറിൽ തന്നെ, പക്ഷെ വേറൊരു മെമ്മറിയിലാണ് അത് പോയി സ്റ്റോർ ആവുക. കാരണം എസ്സും S1 അല്ലെങ്കിൽ ST എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ എസ്സും STയും രണ്ട് മെമ്മറിയാണ്, പക്ഷെ അതിൽ രണ്ടിലും സ്റ്റോർ ചെയ്യുന്നത് ഒരേ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. ഏതൊരു വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ടോപ്പിക്കിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ വേരിയബിളിലത്തെ വാല്യൂ വേറൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ അത് കോപ്പി ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണേ? സ്റ്റുഡൻറ്റ് ST = S. ഇനീഷ്യലൈസ് ചെയ്യൽ എളുപ്പമാണ്. വെറുതെ ജസ്റ്റ് ആ സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുക. അത് കഴിഞ്ഞ് അതേ ഓർഡറിൽ ആ സ്ട്രക്ചറിലത്തെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി.
അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് st=s എന്ന് പറയുമ്പോൾ ആ എസ്സിൽ നിങ്ങൾ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആ വാല്യൂ എല്ലാം st-യിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യണത്, അസൈൻ ചെയ്യണു st-യിലേക്ക്. അപ്പോൾ എസ് എന്നും st എന്നുള്ള പേരിൽ 2 മെമ്മറി അവിടെ സ്റ്റോറായി. അതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ സെയിം ഓർഡറിൽ എങ്ങനെയാണോ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത് അതേ ഓർഡറിൽ അത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ 2 മെമ്മറി സെയിം അല്ല, എസും st, പക്ഷെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നമ്പർ, നെയിം, ഗ്രൂപ്പ്, ഫീ എല്ലാം സെയിം ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് എറേ ഓഫ് സ്ട്രിങ്. എന്താണ് ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ? അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് വരുന്നത്. ഒരു കൂട്ടം ലെറ്റേഴ്സിനെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യിക്കുന്നതിന് നമ്മൾ ക്യാരക്ടർ എറേ അഥവാ സ്ട്രിങ് എന്നാണ് പറയുക. ഇവിടെ ഒരു പോയിന്റർ കാണിച്ചിരിക്കുകയാണ്, കാർ സ്റ്റാർ നെയിം 7. ഈ 7 എന്ന് പറയുന്നത് അതിൻ്റെ സൈസാണ്. അപ്പോൾ 7 സൈസുള്ള ഒരു സ്ട്രിങ് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് 7 വാക്കുകളാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ നമുക്കവിടെ ഫോർ ലൂപ്പ് ആവശ്യമാണ്. ഫോർ ലൂപ്പ് ഇല്ലാതെ നമുക്കതിനെ പ്രിൻ്റ് ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ 0 ഇൻഡെക്സ് മുതൽ തുടങ്ങി 7 വരെ, 7ൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? 0, 1, 2, 3, 4, 5, 6 ആ 6ാമത്തെ കഴിയണോടുകൂടി നമ്മുടെ 7 ലൊക്കേഷൻസ് കറക്റ്റായി. അതുകൊണ്ട് നമുക്കവിടെ i<7 എന്നേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, <=ൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ? ജസ്റ്റ് അത് പ്രിൻ്റ് ചെയ്യണം. ഇനി ഒരു ഉദാഹരണം എങ്ങനെയാണ് ഇത് മെമ്മറിയിൽ സ്റ്റോർ ആവണേന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കാർ സ്റ്റാർ വീക്ക്, അതായത് വീക്ക് എന്ന പേരിൽ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് 7 എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സമയത്ത് ഒരു വാക്കാണ് ഒരു മെമ്മറിയിൽ അത് ലൊക്കേറ്റ് ചെയ്യുക. അതുപോലെ 7 വാക്കുകൾ. അപ്പോൾ നമുക്കിവിടെ കാണാം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അതുപോലെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നിങ്ങനെ 7 വാക്കുകൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ ആദ്യം അത് എവിടെയാവും മെമ്മറി പോയിന്റ് ചെയ്യുക? ആദ്യത്തെ വാക്കിൻ്റെ നേരെ. അത് കഴിഞ്ഞ് നമ്മൾ ലൂപ്പിട്ട് കൊടുക്കുമ്പോഴാണ് അത് ബാക്കിയുള്ള ഓരോ വാക്കുകളായിട്ട് അത് എടുക്കുന്നത്. ഇനി ഇത് മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണേ എന്നുള്ളതാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ വാക്ക് സൺഡേ ആണ്. അപ്പോൾ ആ സൺഡേ എന്നുള്ളത് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ \0 അതെന്താണ്? നൾ ക്യാരക്ടർ, അതായത് ആ വാക്ക് അത്രയേ ഉള്ളൂ, ആ വാക്ക് അവിടെ അവസാനിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് നൾ ക്യാരക്ടർ. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെമ്മറിക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. കാരണം ഓരോ വാക്കുകളുടെയും ലെങ്ത്ത് ഡിഫറെൻ്റ് ആണ്. ചില വാക്കുകൾ വലുതാണ്, ചില വാക്കുകൾ ചെറുതാണ്. അതായത് ഇപ്പോൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അത് കഴിഞ്ഞ് വെനസ്ഡേ കുറച്ച് നീളം കൂടി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ നീളത്തിനനുസരിച്ച് അത് കഴിയണോട് കൂടിയിട്ടാണ് ഈ \0 നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ നള്ള് അവിടെ കൊടുത്തിട്ട് നമുക്കതിനെ ഓരോന്നിനെയും ഓരോ മെമ്മറിയിലായിട്ട് സ്റ്റോർ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് ഇൻഡെക്സ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. അപ്പോൾ 0 മുതൽ 6 വരെയുള്ള ഇൻഡെക്സുകളിലായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പിന്നെ നള്ളുള്ളത് കൊണ്ട് നമുക്ക് ആ നൾ എന്നുള്ള ആ വാല്യൂ അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ വാക്ക് അവിടെ തീരുന്നു. അങ്ങനെ നമുക്കിതിനെ സ്റ്റോർ ചെയ്യിക്കാം. അപ്പോൾ സൈസ് 7 ആണ്. ഇവിടെ നമുക്ക് 7 റോസ് ആയിട്ട് വാല്യൂ സ്റ്റോർ ചെയ്തതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആയതുകൊണ്ട് അവസാനത്തെ ഇൻഡെക്സ് എപ്പോഴും 6 വരെ വരുള്ളൂ, 7 സൈസുള്ള ഒരു ക്യാരക്ടർ എറേ ആയതുകൊണ്ട്. അപ്പോൾ എറേ ഓഫ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം സ്ട്രിങ്ങുകൾ നമുക്ക് സ്റ്റോർ ചെയ്യിക്കാം. പക്ഷേ ഒരു വാക്ക് മാത്രമേ അറ്റ് എ ടൈം ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതനുസരിച്ച് ഇഷ്ടമുള്ള അത്ര മെമ്മറി സ്പേസസും അതുപോലെ ഇഷ്ടമുള്ള അത്ര എറേയുടെ സൈസ് കൂട്ടാനും നമുക്ക് പറ്റും. വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്ട്രക്ചറിലുള്ള വാല്യൂസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതിനായിട്ട് നമ്മളൊരു വേരിയബിളിനെ കൊടുക്കും. അതാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കാം. സ്ട്രക്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ അകത്ത് ഞാൻ ഇൻറ്റ്
DD എന്ന് പറഞ്ഞ വേരിയബിൾ. അത് കഴിഞ്ഞ് ക്യാരക്ടർ മന്ത് നെയിം 15 സൈസ് കൊടുത്തു. ഇൻറ്റ് YY എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ നമ്മളിവിടെ കൊടുക്കുന്നത് സെമിക്കോളൻ ആണ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇവിടെ നമ്മളിപ്പോൾ എന്താ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ നമ്മളിവിടെ ഒരു പേരായിട്ട് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ DB എന്ന് പേര് കൊടുക്കാം, എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു നെയിം DOB എന്നോ അല്ലെങ്കിൽ DB എന്നോ വെറുതെ D എന്നോ എന്ത് പേര് വേണമെങ്കിൽ കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്ന സാധനം. ഈ സ്ട്രക്ചർ വേരിയബിളിൻ്റെ പ്രത്യേകത എപ്പോഴാണ്? നമ്മൾ ഇതിലേക്ക് ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് ചെയ്യിക്കുന്ന സമയത്താണ് ഈ സ്ട്രക്ചർ വാല്യൂ നമ്മൾക്ക് ഉപയോഗപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മളിതിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ ആ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് DOB എന്നായിരുന്നു. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് DOB ആയതുകൊണ്ട് DOB.DD എന്ന് പറഞ്ഞാൽ എനിക്ക് DOB എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള DD അതായത് ആദ്യത്തെ ആ ഡേറ്റ് എന്നുള്ള ആ വാല്യൂ എനിക്കവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ DOBയെ എനിക്ക് പറയാവുന്ന പേര് സ്ട്രക്ചർ വേരിയബിൾ എന്നാണ്. അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ഒബ്ജക്റ്റാണത്. DOB അല്ലെങ്കിൽ DB എന്ന പേരിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അത് ഈ സ്ട്രക്ചറിനെ ആണ് റെഫർ ചെയ്യണത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രക്ചർ വേരിയബിൾ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കിട്ടണേ? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒബ്ജക്റ്റ് ഡോട്ട് ആ വേരിയബിൾ അങ്ങനെ നമുക്ക് കൊടുക്കും. കുറച്ചധികം സെയിൽസ്മാൻമാരുടെ സെയിൽസ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തു നെയിം, അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആ ഡീറ്റെയിൽസുകളിലേക്ക് കോഡ്, അവരുടെ സെയിൽസ് കോഡ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തത്. ഇനി ആ ഇൻപുട്ട് ചെയ്ത ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻ 12 months. ഇത് നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു പ്രോഗ്രാം കാണുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഫോർ ലൂപ്പാണ്. ഈ ഫോർ ലൂപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ J എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കാണാം. നമ്മൾ ആദ്യം I എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് I യൂസ് ചെയ്തത്? നമുക്ക് ഇൻഡെക്സ് കിട്ടാൻ. അതായത് നമ്മളിവിടെ എത്ര സെയിൽസ്മാൻമാരുടെയാണോ ഡീറ്റെയിൽസ് ഉദ്ദേശിക്കുന്നത് അത്രയും പേരുടെ വാല്യൂസ് നമുക്ക് എൻറ്റർ ചെയ്യണം. അപ്പോൾ അത് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ കണ്ടു മെമ്മറിയിൽ അത് ഓരോ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഓരോ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് ഇത് സ്റ്റോർ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് I എന്നുള്ളൊരു വേരിയബിൾ ഇൻഡെക്സിനെ സൂചിപ്പിക്കാൻ നമ്മൾ കൊടുത്തത്. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് J എന്ന വേരിയബിളെ കുറിച്ചാണ്. ഈ J എന്നുള്ള വേരിയബിൾ എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻ 12 months 12 മാസത്തെ സെയിൽസാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി J less than 12 0 മുതൽ 12 വരെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ സ്റ്റോർ ചെയ്യിക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം മെമ്മറിയിൽ ഒരു ബ്ലോക്കായിട്ട്, അതായത് 12 മാസത്തെ സെയിൽസ്. അപ്പോൾ നമുക്ക് ആ മെമ്മറി തന്നെ സെയിൽസ് എന്നുള്ള ആ വാല്യൂ സ്റ്റോർ ചെയ്യിക്കുന്നതിന് ഈ 0 മുതൽ തുടങ്ങി നമുക്ക് 11 വരെ, അങ്ങനെ ആ 11 വരെ എടുത്തു കഴിയുമ്പോഴാണ് 12 മാസത്തെ നമുക്ക് ആ സെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മളതിനെ സ്റ്റോർ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റോറിങ് ആണ് നമ്മളിവിടെ ഈ ഫോർ ലൂപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി C in S of I dot amount.
എന്താണ് SOFI? ഇൻഡെക്സ് ആണ്. അപ്പോൾ എത്ര സെയിൽസ്മാൻമാരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്? അതനുസരിച്ച് ആ സെയിൽസ്മാൻമാരുടെ നമുക്ക് എത്ര സെയിൽസ് ആണ് വരുന്നത്, ആ എമൗണ്ട് ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാസത്തെയും ഈ ഒരു ലൂപ്പിലൂടെ ഓരോ മാസത്തെയും ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സെയിൽസ് നമുക്കിതിലൂടെ എടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് ആ സെയിൽസിൻ്റെ സമ്മ്, നമ്മളിവിടെ സം എന്ന് പറഞ്ഞ വേരിയബിളിൽ അതിൻ്റെ സമ്മാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ SOFI.amount(j) എന്ന് പറഞ്ഞാൽ ഓരോ സെയിൽസ്മാൻമാരുടെയും ആ 12 മാസം അവരെത്ര സെയിൽസ് നടത്തുന്നു അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യിക്കാം നമ്മളുടെ സം എന്ന വേരിയബിളിൽ. ഇനി നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ആവറേജ് സെയിൽസ് എന്ന് പറയുമ്പോൾ? അതായത് ഏകദേശം അവർക്ക് ആ ഒരു ഇയറിൽ എത്രയാണ് അവർ നടത്തിയിട്ടുള്ള സെയിൽസ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സെയിൽസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നതിന് സം ബൈ 12, 12 മാസത്തെ സെയിൽസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ആവറേജ് സെയിൽസ് കിട്ടും. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് കടക്കുന്നു. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യം തന്നെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. കോഡ്, നെയിം, ആവറേജ് സെയിൽസ് ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ /t നമുക്ക് സ്പേസ് വരുന്നതിന് വേണ്ടിയാണ് /t കൊടുത്തത്. /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് കോഡ്, നെയിം, ആവറേജ് സെയിൽസ് എന്നുള്ളത് ആദ്യം പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണു? പുതിയ ലൈനിലേക്ക് നമ്മൾ പോകുന്നു. ഇനി ഫോർ ലൂപ്പിൽ i = 0, i <n നമ്മൾ എത്ര സെയിൽസ്മാൻമാരുടെയാണ് എൻ്റർ ചെയ്യുന്നത് ഡീറ്റെയിൽസ്, അതനുസരിച്ച് അവിടെ നമുക്ക് i <n എന്ന് കൊടുത്താൽ, ഇപ്പോൾ 5 എന്നാണ് കൊടുത്തതെങ്കിൽ 5 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 ആ ഇൻഡെക്സിൽ ആണ് സ്റ്റോർ ആവുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ സെറ്റ് W. എന്താണ് ഈ സെറ്റ് W? അതായത് നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങളുടെ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഔട്ട്പുട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരുമാതിരി കട്ട കുത്തി വരാതെ കുറച്ച് നീങ്ങിയിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു 4 സ്പേസ്, അതാണ് ഈ സെറ്റ് W4 എന്ന് പറഞ്ഞാൽ സെറ്റ് വിഡ്ത്ത് എന്നാണ് അർത്ഥം. ഒരു 4 സ്പേസ് നീങ്ങി ഭംഗിയായിട്ട് നിങ്ങളുടെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ഫംഗ്ഷനാണ് സെറ്റ് W എന്ന് പറയുന്നത്. സെറ്റ് വിഡ്ത്ത് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് വരുന്ന ഹെഡർ ഫയൽ ഏതാണെന്നറിയോ? iomanip.h എന്ന് പറഞ്ഞ ഒരു ഹെഡർ ഫയലുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സെറ്റ് W എന്ന ഫംഗ്ഷൻ വരുന്നത്. ഈ സെറ്റ് W വെക്കണം എന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് സെറ്റ് W. അത് കഴിഞ്ഞാൽ SOFI.code എന്ന് വെച്ചാൽ എന്താണ്? ഓരോ സെയിൽസ്മാൻമാരുടെ ആയിട്ട് അവരുടെ കോഡ് ഫോർ ലൂപ്പ് ഉള്ളത് കൊണ്ട് ഓരോരുത്തരെയായിട്ട് കോഡ് നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. ഇനി അത് കഴിഞ്ഞ് സെറ്റ് W15 15 സ്പേസ് വന്നിട്ട് അതിന് ശേഷം നമുക്ക് നെയിം പ്രിൻ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ j = 0, j <12. എന്താണത്? j <12 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 മാസം വരെയുള്ള ആ സെയിൽസ്, ആ സെയിൽ എമൗണ്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ അവിടെയും സെറ്റ് W കൊടുത്തു, ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ്. അത് കഴിഞ്ഞ് ആ എമൗണ്ടിനെ നമ്മൾ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവസാനം ആവറേജിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. ആവറേജിനെ പ്രിൻ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു? /n കൊടുത്തു, അതായത് പുതിയ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ റിട്ടേൺ 0 എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇൻറ്റു മെയിൻ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്കവിടെ റിട്ടേൺ 0 കൊടുത്തിരിക്കണം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വെച്ച് വേണമെങ്കിൽ വാല്യൂസ് കൊടുത്തിട്ട് ഒരാളുടെ, അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെയാണ് നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്തത്, ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഡീറ്റെയിൽസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഡീറ്റെയിൽസേ നമുക്കവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുള്ളൂ. പകരം നമുക്കിപ്പോൾ ക്ലാസ്സിലുള്ള ഫുൾ കുട്ടികളുടെ വേണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു എറേ ആയിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു എറേ എന്ന് പറഞ്ഞാൽ എന്താണ്?
മെമ്മറിയാണ്. ആ മെമ്മറിയിൽ അതിനെ ഫുള്ളായിട്ട് ഒരുപാട് മെമ്മറി സ്പേസസ് ആയിട്ട് നമ്മളെടുത്ത് അതിനെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയാണ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയത്? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിന്ന കുട്ടിയുടെയാണ് അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് റോൾ നമ്പർ വെച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പേരുകൾ. എന്തിനാണ് ഈ റോൾ നമ്പർ വെച്ചിട്ട് നമ്മൾ അതിൽ എഴുതി ചേർത്തിട്ടുള്ളത്? അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇത്ര കുട്ടികൾ ഈ ക്ലാസ്സിലത്തെയാണ്. അതൊന്ന്. രണ്ടാമത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് മിസ്സിങ് ആയി എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെയും നമ്മൾ എന്താണ് ഉദ്ദേശിക്കണേ, നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിലത്തെ ഫുൾ കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ അത് ഫുള്ളായിട്ട് തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനുകളിലായിട്ട് സ്റ്റോർ ആവുന്നു. അപ്പോൾ നമുക്ക് അത് ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യാം. ഇടയ്ക്കലത്തെ ഒരെണ്ണമാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യിക്കേണ്ടതെങ്കിൽ ആ ഇടയിലത്തെ ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. എങ്ങനെ? ഇൻഡെക്സ് ഉള്ളത് കൊണ്ട്. അതിനാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ S(i) ഇൻഡെക്സ്. ഈ ഇൻഡെക്സിന് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം എറേ ആണ് ഇവിടെ സ്റ്റോർ ചെയ്തത്. എറേ എന്ന് വെച്ചാൽ എന്താണ്? എറേ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. അതായത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, ഡബിൾ എന്നിങ്ങനെ ഒരുപാട് ഡാറ്റ ടൈപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡാറ്റ ടൈപ്പുകളെല്ലാം നമ്മൾ വെറുതെ ഉപയോഗിക്കുമ്പോൾ ഒരു വാല്യൂ മാത്രമേ അറ്റ് എ ടൈം സ്റ്റോർ ആകുന്നുള്ളൂ. ഇവിടെ എന്തുണ്ടാവണു? എറേ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടമായിട്ടുള്ള വാല്യൂസ് അവിടെ സ്റ്റോർ ചെയ്യിക്കാം. ഇനി അങ്ങനെ ആ കൂട്ടമായിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യിക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന വ്യത്യാസം എന്താണ്? ഫോർ ലൂപ്പിൻ്റെ എണ്ണം കൂടുന്നു. മറ്റത് ഒരാളുടെ വാല്യൂ മാത്രമായിട്ട് സ്റ്റോർ ചെയ്യിക്കുമ്പോൾ അവിടെ നമുക്ക് ഫോർ ലൂപ്പിൻ്റെ ആവശ്യമേ ഇല്ല. വെറുതെ അത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫോർ ലൂപ്പ് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ നമുക്ക് എല്ലാ വാല്യൂസ്, എല്ലാവരുടെ ഡീറ്റെയിൽസ് അങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഇൻഡെക്സ് മുതൽ അവസാനത്തെ ഇൻഡെക്സ് വരെ നമുക്കത് എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഫോർ ലൂപ്പ് നിർബന്ധമായത്. അടുത്തതായിട്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലത്തും ഫോർ ലൂപ്പ് നമുക്ക് നിർബന്ധമാണ്. പിന്നെ ഇൻഡെക്സ് എപ്പോഴും നമ്മൾ 0 തൊട്ടാണ് ഫോർ ലൂപ്പിൽ കൊടുക്കുക എന്നുള്ളത് മറക്കരുത്. കാരണം എപ്പോഴും മെമ്മറി, ആദ്യമായിട്ടൊരു സാധനം ഒരു മെമ്മറിയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മെമ്മറിയിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല. അപ്പോൾ 0 ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ്. 0 എന്ന് പറയാനുള്ള കാരണം തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ അതിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഈ വാല്യൂവിനെ വെക്കണത്. പിന്നെ നമ്മൾ പഠിച്ചത് സെറ്റ് ഡബ്ല്യു ഫംഗ്ഷനാണ്. നമുക്ക് സാധാരണയായിട്ട് സെറ്റ് ഡബ്ല്യു എന്ന ഫംഗ്ഷൻ എന്തിനാണ്? നമ്മളവിടെ സാധാരണ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എല്ലാ ഔട്ട്പുട്ടും കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ആകെ കട്ട കുത്തിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തിരി നീങ്ങിയിട്ട് നമുക്കൊരു ഭംഗിയിൽ പ്രസൻറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഔട്ട്പുട്ട് വരുത്താൻ വേണ്ടിയിട്ട് സെറ്റ് ഡബ്ല്യു എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ സെറ്റ് വിഡ്ത്ത് എന്നാണ്, അതായത് ആ വീതി നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങി നല്ല ഭംഗിയിൽ നമ്മുടെ ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നു മെമ്മറീനെ. ഈ അലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായ മെമ്മറി നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണം. എന്തിനാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണേ? ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? വെറുതെ കുറേ മെമ്മറി സ്പേസസ് അവിടെ അലൊക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നു. ഇതുപോലെ കുറേ മെമ്മറി സ്പേസസ് അങ്ങനെ അലൊക്കേറ്റഡ് ആയിട്ട് കിടന്നാൽ എന്തുണ്ടാവും? വേസ്റ്റേജ് ഓഫ് മെമ്മറി വല്ലാതെ കൂടി വരും. അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ എപ്പോഴും ഈ ഡൈനാമിക് അലൊക്കേഷനിൽ വരുന്ന ഒരു പ്രശ്നമാണ് അത്. അതായത് ആവശ്യത്തിനനുസരിച്ചുള്ള ആ മെമ്മറീനെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കതവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതായത് ആവശ്യം കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യിക്കുക? അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഡിലീറ്റ് SIPTR. നേരത്തെ ന്യൂ ഓപ്പറേറ്റർ പഠിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ്? അലൊക്കേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഡിലീറ്റ് എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ? നമ്മുടെ ആ വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിലീറ്റ് FIPTR. അപ്പോൾ നമുക്ക് ആ വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യാം.
ഇനി ഇങ്ങനെ നമ്മൾ അഥവാ ഡിലീറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ എന്തുണ്ടാവും? മെമ്മറി ലീക്ക് ഉണ്ടാവും. എന്താണ് ഈ മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ? അതായത് ചിലപ്പോൾ പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് മെമ്മറി സ്പേസസുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്ത മെമ്മറി സ്പേസുകളെ ഒന്നും തന്നെ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രോബ്ലം ആവും. അപ്പോൾ അങ്ങനെ വന്നാൽ അത് നമുക്ക് ബാധിക്കാതിരിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾ എത്രയൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അതനുസരിച്ച് ആ വാല്യൂസ് ഉപയോഗം കഴിയുന്നതോടുകൂടി അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഇനി അങ്ങനെ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് മെമ്മറി ലീക്ക് ഉണ്ടാവും. എന്താണ് മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളിങ്ങനെ ഒരു 10 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തു നമ്മുടെ ഈ ഡൈനാമിക് ആയിട്ടുള്ള ലൊക്കേഷൻ വഴി ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഈ 10 മെമ്മറി ലൊക്കേഷൻസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വെറുതെ അവിടെ ആ 10 മെമ്മറി അവിടെ വേസ്റ്റായിട്ട് കിടക്കും. അപ്പോൾ ആ വേസ്റ്റായിട്ട് കിടക്കുന്നതിനെയാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത മെമ്മറിയെ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് എന്ത്? മെമ്മറി ലീക്ക്. ഫസ്റ്റ് റീസൺ എന്തുകൊണ്ടാണ് മെമ്മറി ലീക്ക് ഉണ്ടാവണേ? ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ദ മെമ്മറി. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മെമ്മറിയെ ഡിലീറ്റ് ചെയ്യാൻ മറന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മെമ്മറി ലീക്ക്. ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണോ? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടോ അത് പറ്റുന്നില്ല. അതിനെ നമുക്ക് പറയാം ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, അസൈനിങ് ദ അഡ്രസ് റിട്ടേൺഡ് ബൈ ദ ന്യൂ ഓപ്പറേറ്റർ ടു എ പോയിന്റർ ഓൾറെഡി അലോക്കേറ്റഡ്. എന്താണ്? ഓൾറെഡി ന്യൂ ഓപ്പറേറ്റർ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ മെമ്മറി നമ്മൾ വീണ്ടും അല്ലെങ്കിൽ മുൻപേ കൂട്ടി വേറൊരു വേരിയബിളിന് വേണ്ടി ഉപയോഗിച്ചതാണ്. നമുക്കറിയാം ഒരു പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ അതിനെ വീണ്ടും വേറെ ഒരു ഉപയോഗത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ആ വേരിയബിളിനെ അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ട് അതിനെ വേറൊരു പോയിന്ററിലേക്ക് അലോക്കേറ്റ് ചെയ്താലും മെമ്മറിയിലേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ മെമ്മറി ലീക്കിൻ്റെ മെയിൻ കാരണം എന്താണ്? ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ മെമ്മറിയെ ഡിലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് മെമ്മറി ലീക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ന്യൂവും ഡിലീറ്റ് ഓപ്പറേറ്ററാണ്. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡൈനാമിക്കായിട്ട് വേരിയബിളിനെ അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ അലോക്കേറ്റ് ചെയ്താൽ നമ്മളുടെ മെമ്മറിയിലാണ് ആ വാല്യൂസ് നമുക്കിവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്യണം. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മെമ്മറിയിലേക്ക് ഉണ്ടാകുന്നു. അതായത് ഡിലീറ്റ് ആവാത്തത് കൊണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നത് കൊണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡിലീറ്റ് എന്ന കമാൻഡ് കൊടുത്തു പക്ഷെ അത് വർക്ക് ചെയ്തില്ല. അതുമല്ലെങ്കിൽ ചിലപ്പോൾ അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് ന്യൂ ഓപ്പറേറ്റർ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായ വേരിയബിൾ വേറൊരു പോയിന്ററിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ പ്രോഗ്രാമിലുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ മെമ്മറിയിലേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വരുന്ന സമയത്ത് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമിലൂടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് വാല്യൂ ക്രിയേറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്യണം. അതിനായി ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഒരു എറേനെ അല്ലെങ്കിൽ ഒരു പോയിന്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു എറേനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നതാണ് ഫോർ ലൂപ്പ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഫോർ ലൂപ്പിൽ i=0, i<10, i++ എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സി ഔട്ടിൽ AR+i എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൊക്കേഷൻ അതായത് 0 ആണ്. അത് കഴിഞ്ഞാൽ 1, അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 3 എന്നിങ്ങനെയുള്ള എല്ലാ ലൊക്കേഷൻസിലേക്കും നമ്മൾ പോകുന്നു. അതനുസരിച്ച് നമുക്ക് എല്ലാത്തിലെയും വാല്യൂസ് എടുക്കാം. i<10 എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അവിടെ 10 ലൊക്കേഷൻസ് വരെയാണുള്ളത്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള ലൊക്കേഷൻസിൽ നിന്നുള്ള എല്ലാ വാല്യൂസിനെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ ഒരു ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കൂടി കൊടുത്താൽ പറ്റും. സ്റ്റാർ ഇട്ട് കൊടുത്തത് കൊണ്ട് വാല്യൂ ഓഫ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള എറയിൽ എവിടെയാണ് ഇന്ന വാല്യൂ, അപ്പോൾ ആ വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ ഇൻഡെക്സ് അതാണ് പ്രിൻ്റ് ചെയ്യണം.
ഇനി നമ്മൾ അടുത്തത് ഡൈനാമിക് അറേ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്കാണ് പോണത്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെമ്മറിയിൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറീനെ കൊടുക്കുകയാണ്. അപ്പോൾ ആ മെമ്മറി നേരത്തെ കൂട്ടി നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതല്ല. എറേയിൽ നമ്മളെപ്പോഴും നേരത്തെ കൂട്ടിയിട്ടാണ് കൊടുക്കുക. അതായത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എറേയിൽ എത്ര മെമ്മറി വേണം അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ മെമ്മറി അവിടെ റിസർവായി വെച്ചിട്ട് നമുക്ക് അതനുസരിച്ച് ആ വാല്യൂസ് അതിലേക്ക് ഇട്ട് കൊടുക്കാനും വർക്ക് ചെയ്യിക്കാനും പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിനകത്ത് ന്യൂ ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഡൈനാമിക് ആയിട്ട് അലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ന്യൂ ഓപ്പറേറ്റർ എന്നുള്ളത്. അപ്പോൾ ആ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണോ, നമ്മളൊരു കറക്റ്റായിട്ടൊരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പും ഒരു സൈസും അതിനുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ആ വാല്യൂ അവിടെ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. Program to find the highest percent of pass in schools. Highest percentage of pass നാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. ഇൻഡ് മെയിൻ ഫ്ലോട്ട് സ്റ്റാർ പാസ്, ഇതാണ് പോയിന്റർ കേട്ടോ. സ്റ്റാർ പാസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ എവിടെ കണ്ടു അത് പോയിന്റർ ആണെന്ന് മറക്കരുത്. പിന്നെ മാക്സ്, നമുക്ക് മാക്സിമം എന്നുള്ള അർത്ഥത്തിൽ, അതായത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഹയസ്റ്റ് പെർസെൻറ്റ് ആർക്കാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് മാക്സ് എന്നൊരു പേര് കൊടുത്തിരിക്കുന്നു. ഇൻഡ് ഐ കോമ എൻ, നമ്മൾ ഐ എന്ന് പറയുന്നത് എറേയുടെ ഇൻഡെക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും നമ്മൾ ഐ എന്നെ കൊടുത്തോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നമ്മൾ യൂസ് ചെയ്തു ഐ, ഇഷ്ടമുള്ള വേരിയബിൾ ഉപയോഗിക്കാം. പിന്നെ എൻ എന്ന് കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് സ്കൂൾസ്. അപ്പോൾ എത്ര സ്കൂളുകളാണോ നമ്മളിവിടെ എടുക്കുന്നത് അത്രയും എണ്ണം. ഇനി എൻ്റർ ദ നമ്പർ ഓഫ് സ്കൂൾസ്, എൻ എൻ്റർ ചെയ്തു നമ്മൾ. പാസ് ഇസ് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട് എൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ എന്നിൻ്റെ വാല്യൂ എന്ന് നമുക്കറിയില്ല. നമ്മൾ 5 വാല്യൂ, അതായത് 5 സ്കൂളുകളുടെ ഡാറ്റ എൻ്റർ ചെയ്താൽ 5 വാല്യൂ, 10 സ്കൂളുകളുടെ ഡാറ്റ എൻ്റർ ചെയ്താൽ 10 വാല്യൂ. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ ആ വാല്യൂ കൊടുക്കാം. അപ്പോൾ പാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് പാസിൻ്റെ സൈസ് എന്ന് പറയുന്നത്, വാല്യൂ എന്ന് വെച്ചത് സൈസ് കേട്ടോ, പാസിൻ്റെ സൈസ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്ന സമയത്താണ്. അടുത്തതായിട്ട് ഫോർ ലൂപ്പാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ ഐ ലെസ് ദാൻ എൻ, കാരണം എത്രയാണോ എന്നിൻ്റെ വാല്യൂ അതുവരെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 0 ഇൻഡെക്സ് തൊട്ടാണ് തുടങ്ങുക. ഇനി പാസ് പെർസെൻറ്റ് ഇതാ i+1, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത്, കാരണം പൊസിഷൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇൻഡെക്സ് +1, ഇൻഡെക്സ് എപ്പോഴും ആദ്യത്തെ 0 ആണ്. ഇനി ഇവിടെ ഇൻപുട്ട് ചെയ്യണോ നമ്മൾ പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾസിന് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യണോ നമ്മുടെ ഡൈനാമിക് അറേയിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യണേ അതനുസരിച്ച് അതിലേക്ക് ആ വാല്യൂസ് കയറുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, മാക്സ് ഇസ് ഈക്വൽ ടു പാസ് ഇൻഡെക്സ് 0, ആദ്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ആണ് വലുതെന്ന് വിചാരിക്കുക. എന്നിട്ട് ബാക്കി ആ എറേയിൽ കൊടുത്തിട്ടുള്ള വാല്യൂസിനെ നമ്മൾ ഈ വാല്യൂ വെച്ചാണ് കമ്പയർ ചെയ്യണത്. അപ്പോൾ ഈ വാല്യൂ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഏതാണ് മാക്സിമം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5 കുട്ടികളുടെ മാർക്ക് നമ്മളൊരു എറേയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് അറിയണം. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയ മാർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ട് ബാക്കിയുള്ള മാർക്കുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ആദ്യത്തെ കുട്ടീനേക്കാൾ മാർക്ക് ആർക്കാണ് കിട്ടിയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യത്തെ മാക്സ് ഏറ്റവും ആദ്യത്തെ ഇൻഡെക്സ് 0 ആണെന്ന് നമ്മൾ സങ്കല്പിച്ചു, ഫോർ ലൂപ്പ് എഴുതി, എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇഫ് കണ്ടീഷൻ കൊടുത്തു. അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത, ആദ്യം തന്നെ ഇവിടെ 0 നമ്മൾ എടുത്തു കഴിഞ്ഞു കേട്ടോ, പിന്നെ നമ്മളിവിടെ 1 മുതലേ ചെക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ 0 ഇൻഡെക്സിലുള്ള വാല്യൂ 1 ഇൻഡെക്സിലുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് അതിൽ 1 ആണ് വലുത് മാക്സ് എന്നുള്ള വേരിയബിളിലേക്ക് ആ 1ത്തെ വാല്യൂവിനെ സ്റ്റോർ ചെയ്തു. പിന്നെ നമ്മൾ ആ 0നെ നോക്കണില്ല. അത് കഴിഞ്ഞാൽ പിന്നെ 1നെയാണ് നമ്മൾ 2 ആയിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ ഓരോ ഇൻഡെക്സിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, മാക്സിലത്തെ വാല്യൂ നമുക്കവിടെ കിട്ടി. ഇനി ഈ മാക്സിലെ വാല്യൂ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ, ആ മാക്സിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യണു. അത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ 0,
കാരണം നമ്മുടെ പ്രോഗ്രാം അവിടെ കഴിയണം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഡൈനാമിക് എറേ എന്ന് വെച്ചാൽ എന്താണ്? പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ആ പ്രോഗ്രാമിലൂടെ ഇങ്ങനെ ഒരു എറേ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ സൈസ് നമുക്ക് ആദ്യം തന്നെ അറിയണമെന്നില്ല. n എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നമ്പർ അല്ലെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് ചെയ്യുന്ന ഇൻറ്റിജർ വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സൈസ് പിന്നീടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ ഹയസ്റ്റ് വാല്യൂ അറിയണം. അതുകൊണ്ട് ആദ്യം n ഇൻപുട്ട് ചെയ്ത ശേഷം ഈ പാസ് എന്ന പേരിലുള്ള ഡൈനാമിക് അറേയിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. ആ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നതിന് ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. കാരണം n എത്ര എണ്ണാണ്, 5 ആണോ 10 ആണോ 20 ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് n വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് മാക്സിലേക്ക് പാസ് 0, അതായത് ആദ്യത്തെ ഇൻഡെക്സ് ആണ് ഏറ്റവും വലുതെന്ന് നമ്മൾ വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ 1 മുതൽ പിന്നെ ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യണത് ഏതാണ് വലുത്, 0 ഇൻഡെക്സിനേക്കാൾ വലുതാണോ 1, അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം ആ മാക്സിമത്തിനെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ മാക്സിമത്തിനെ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ റിട്ടേൺ 0 കൊടുക്കുന്നു. അടുത്ത ടോപ്പിക് നെസ്റ്റഡ് സ്ട്രക്ചർ. നെസ്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും, നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. അതുപോലെ പറയുന്നതാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിനകത്ത് വേറെ ലൂപ്പ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫിനകത്ത് വേറെ ഇഫ് വരുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ ഒരു സ്ട്രക്ചറിനകത്ത് വേറൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ ഒരു സ്ട്രക്ചർ നമുക്ക് തന്നിരിക്കുകയാണ്, ഡേറ്റ്. ഈ സ്ട്രക്ചറിനകത്ത് ഡേ, മന്ത്, ഇയർ, ഈ സ്ട്രക്ചർ ഇവിടെ നമുക്ക് അവസാനിച്ചു. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. അടുത്തതായിട്ട് ഇവിടെ ഒരു സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. അതിൽ ഇൻറ്റിജർ അഡ്മിഷൻ നമ്പർ, ക്യാരക്ടർ നെയിം, ഡേറ്റ്, അതേമാതിരി ഫീസ്, ഫ്ലോട്ട് ഫീസ്, ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഒരു എലമെൻ്റാണ്, ഇത് ഒരു എലമെൻ്റാണ്, ഇതും ഒരു എലമെൻ്റാണ്. പക്ഷേ ഇവിടെ നോക്കുക, ഇതൊരു എലമെൻ്റ് അല്ല. പകരം ഡേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഉടനെ നമ്മുടെ മെമ്മറി നേരെ മുകളിൽ പോയി. അപ്പോൾ ഇവിടെ കണ്ടു ഡേറ്റ്. അപ്പോൾ ഈ ഡേറ്റിനെ നമ്മളിവിടെ റെഫർ ചെയ്യുന്നതാണ് ഇത്. ഒന്നും കൂടി പറയാം. നമുക്ക് സാധാരണയായിട്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനകത്ത് നമുക്കിവിടെ ഡേ, മന്ത്, ഇയർ. അപ്പോൾ എന്തുണ്ടാവണോ? ഈ ഒരു സ്ട്രക്ചറിലൂടെ നമ്മൾ ഡേറ്റിനെയാണ് കാണിച്ചിട്ടുള്ളത്. അതേസമയം താഴെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ട്രക്ചർ, വേറൊരു സ്ട്രക്ചറാണ് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്? നമുക്ക് അഡ്മിഷൻ നമ്പറുണ്ട്, നെയിമുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്ട്രക്ചറിനെ നമ്മളിവിടെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചറിനുള്ളിൽ വേറൊരു സ്ട്രക്ചറിനെ നമ്മൾ റെഫർ ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ളത്. ഇനി ഇതന്നെ നമുക്ക് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം. ഇത് വേറൊരു രീതിയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ഡെഫിനിഷൻ. സെക്കൻഡ് ഡെഫിനിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ ഡേറ്റ ടൈപ്പുകളും നമ്മളിവിടെ കാണിച്ചു. അതായത് അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിമുണ്ട്, അതുപോലെ ഫീസും കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് എന്നുള്ള ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്തു അറിയോ? ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണിക്കുന്നു. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ എഴുതുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. എന്നിട്ട് ഇവിടെ താഴെ ഇതിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ഇതൊരു നെസ്റ്റഡ് സ്ട്രക്ചറാണ്, ഇങ്ങനെ എഴുതിയാലും ഇതൊരു നെസ്റ്റഡ് സ്ട്രക്ചറാണ്. ആദ്യത്തെ കേസിൽ എന്താണ് ഉണ്ടായത്? ആദ്യം ഒരു സ്ട്രക്ചർ എഴുതി കഴിഞ്ഞ് അടുത്ത സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ആദ്യത്തെ സ്ട്രക്ചറിനെ നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്തത് ഒരു ഓബ്ജക്റ്റിലൂടെ.
അതേപോലെ ഇവിടെ സെക്കൻഡ് ടൈപ്പിൽ എന്ത് ചെയ്തു, ആദ്യത്തെ ഒരു സ്ട്രക്ചർ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു സ്ട്രക്ചർ എഴുതി അതിൻ്റെ താഴെയായിട്ട് ആ ഓബ്ജക്റ്റിനെ നമ്മൾ വെച്ചു, എന്നിട്ടാണ് സ്ട്രക്ചർ ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു സ്ട്രക്ചറിനെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആദ്യം എഴുതിയ ശേഷം അടുത്ത സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റെഫർ ചെയ്യാം. ഇനി എന്താണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം? അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഡേറ്റ് ആണ് കൊടുത്തത്, അത് കഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ സ്റ്റുഡൻ്റ് ആണ് കൊടുത്തത്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ നമ്പർ നമുക്ക് ആവശ്യമുണ്ട്, അതേപോലെ നെയിം നമുക്ക് ആവശ്യമുണ്ട്, അത് കഴിഞ്ഞ് ഈ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതൊരു ഒറ്റ സ്ട്രക്ചറായിട്ട് നമ്മൾ ഇത്രയും കഴിഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ പഠിച്ചതുപോലെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് അതിൻ്റെ അകത്ത് തന്നെ ഡേയും മന്തും ഇയറും ഒക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള വേരിയബിൾസ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതിന് പകരം എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഓബ്ജക്റ്റിനെ മാത്രം പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടത്, അതിനെ ഈ ഓബ്ജക്റ്റിലൂടെ നമുക്ക് എൻ്റർ ചെയ്യിക്കാം. അതായത് നമുക്ക് നമ്മുടെ ആ കോഡിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം, റെപ്പിറ്റേഷൻ ഒഴിവാക്കാം, കുറച്ചും കൂടിയും ഭംഗിയായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ അവതരിപ്പിക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു സ്ട്രക്ചറായിട്ട് എഴുതുന്ന പ്രോഗ്രാമും രണ്ട് സ്ട്രക്ചറായിട്ട് എഴുതുന്ന പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നു. രണ്ടിലും ഒബ്ജക്റ്റ് ക്രിയേഷൻ ഉണ്ട്, രണ്ടിലും രണ്ട് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ഒറ്റ സ്ട്രക്ചറിലൂടെ വേണമെങ്കിൽ എല്ലാം കൂടി കൊടുക്കാം, അതല്ലെങ്കിൽ രണ്ട് സ്ട്രക്ചറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കതിനെ പ്രയോജനപ്പെടുത്താം. എങ്ങനെയാണ് ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിലേക്ക് വാല്യൂസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതും ആക്സസ് ചെയ്യണതെന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് എസ് ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ കോഡ് നമ്മൾ റോൾ നമ്പർ കൊടുത്തു, അതേമാതിരി പേര് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, അതേപോലെ തന്നെ ഫീസ് കൊടുത്തു. ഇനി നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്താണത്? ഓൾറെഡി നമുക്കിവിടെ സ്റ്റുഡൻറ്റിൻ്റെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് എസ് ആണെങ്കിൽ അതിനാണ് എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എസ് ഡോട്ട് നെയിം, അപ്പോൾ എന്താണ് നെയിം നമ്മൾ കൊടുക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് ഡോട്ട് ഡി ടി അണ്ടർസ്കോർ എ ഡി എം ഡോട്ട് ഡേ, ഇതെന്താണ് സൂചിപ്പിക്കണത്? നമ്മുടെ ഇവിടെ ഈ ഒബ്ജക്റ്റിലൂടെ നമ്മൾ ഡേയ് മന്ത് ഇയർ ഈ 3 കാര്യങ്ങൾ കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ലൈൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടാവണു? എസ് എന്ന സ്റ്റുഡൻറ്റിലെ അടുത്ത ഒബ്ജക്റ്റായ ഡി ടി എ ഡി എം എന്ന ഒബ്ജക്റ്റിലെ മന്ത്, അതേപോലെ എസ് എന്ന സ്റ്റുഡൻറ്റിൻ്റെ അതിലെ ഒബ്ജക്റ്റാണ് ഈ പറഞ്ഞ ഡി ടി ഡോട്ട് എ ഡി എം എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റും സെയിം ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിലുള്ളതായിട്ടുള്ള ഇയർ. ഇങ്ങനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചറിലെ എലമെൻസിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ അഡ്മിഷൻ നമ്പറിൻ്റെ കാര്യത്തിലും നെയിമിൻ്റെ കാര്യത്തിലൊന്നും അത് ബാധകമല്ല. കാരണം അത് ഒരു സാധാരണ സ്ട്രക്ചറെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നെസ്റ്റഡ് സ്ട്രക്ചറിൽ കൊടുക്കുന്ന വാല്യൂസ് ഒരു പ്രത്യേകമായിട്ടുള്ള കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഗ്രൂപ്പിനകത്താണ് കാണിക്കുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇതിനെ നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യുന്നതാണ് അവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? നമുക്ക് ആ വാല്യൂസ് ഡിസ്പ്ലേ ആവുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഇങ്ങനെ നമ്മൾ ഡോട്ട് ഇട്ടിട്ടാണ് വാല്യൂസിനെ എടുക്കുന്നത്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ സ്ട്രക്ചറിൻ്റെ ഒബ്ജക്റ്റ് വയ്ക്കുക, ഡോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ആ ഓബ്ജക്റ്റിനെ ആദ്യം വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള വാല്യൂ. മറ്റേതാണെങ്കിലോ ജസ്റ്റ്
നമ്മൾ ആ ഓബ്ജക്റ്റ് മാത്രം വെച്ചിട്ട് ആ വേരിയബിൾ എടുത്താൽ മതി. ഇങ്ങനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചറിലെ വാല്യൂനെയും സാധാരണ സ്ട്രക്ചറിലെ വാല്യൂനെയും ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചറിൽ എന്ത് വരും? ഒരു സാധാരണ സ്ട്രക്ചറിൻ്റെ ഭാഗവും വരും, പിന്നെ ഒരു നെസ്റ്റഡ് ആയിട്ട് വരുന്ന സ്ട്രക്ചറിലെ വാല്യൂസും ആക്സസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് ആക്സസ് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. എന്താണ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്? ഏതൊരു വേരിയബിളിനെയും പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ ഒരു മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യിക്കുന്നത്. അപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യിക്കുന്നതിനെ പറയുന്ന പേരാണ് മെമ്മറി അലോക്കേഷൻ. മെമ്മറി അലോക്കേഷന് നല്ല പ്രാധാന്യം ഉണ്ട്. കാരണം ഒരു മെമ്മറി ഇല്ലാതെ ഒരു പ്രോഗ്രാമിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനകത്ത് യൂസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ വാല്യൂസിനെയും അതാത് സമയങ്ങളിൽ അത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കതിനെ ഉപയോഗിക്കാനും അതനുസരിച്ച് നമുക്ക് അവിടെ ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല, വാല്യൂസ് എവിടെയാണ് പോയി സ്റ്റോർ ആവണമെന്ന് അറിയില്ല, ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് മെമ്മറി അലോക്കേഷനാണ്. അപ്പോൾ ഈ മെമ്മറിയെ നമുക്ക് എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യിക്കാം? നമുക്ക് 2 തരത്തിലാണ് മെമ്മറി അലോക്കേഷൻ വരുന്നത്. ഒന്ന് സ്റ്റാറ്റിക് അലോക്കേഷൻ, മറ്റൊന്ന് ഡൈനാമിക് അലോക്കേഷൻ. എന്താണ് സ്റ്റാറ്റിക് അലോക്കേഷൻ? സ്റ്റാറ്റിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എപ്പോഴും നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അത് അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന അർത്ഥമാണ് സ്റ്റാറ്റിക്കിനുള്ളത്. ഒരു ഉദാഹരണത്തിന് എറേയിലൊക്കെ നമ്മൾ പറയും എറേയുടെ സൈസ്, ആദ്യം തന്നെ ഒരു എറേ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ സൈസ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുക 10 എന്ന് കൊടുത്തു, അല്ലെങ്കിൽ 20 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവണമെന്നറിയോ? ആ 20 മെമ്മറി ലൊക്കേഷൻസ് തുടർച്ചയായിട്ട് അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് വ്യത്യാസമൊന്നും സംഭവിക്കില്ല. അത് സ്ഥിരമായിട്ട് അവിടെ നമുക്ക് വേണ്ടിയിട്ട് റിസർവിൽ ഇരിക്കുന്നു. ഈ ഒരു സംവിധാനത്തെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നതിന് മുൻപ്. കാരണം പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ എറേയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം കൊടുക്കണ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ എറേയുടെ ഡിക്ലറേഷൻ എന്ന് പറയണത്. അപ്പോൾ എറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ 30 എന്ന് പറഞ്ഞാൽ 30 മെമ്മറി സ്പേസ് തുടർച്ചയായിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ തുടർച്ചയായിട്ടുള്ള ആ 30 സ്പേസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്കതിനെ സ്റ്റോർ ചെയ്യിക്കാവുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയണത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ അതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ എറേയാണ്. അപ്പോൾ എക്സിക്യൂഷന് മുൻപ് തന്നെ നമുക്കവിടെ ആ വാല്യൂസ് എന്തൊക്കെ സ്റ്റോർ ചെയ്യണമോ അതിനെ നമുക്കവിടെ ആ മെമ്മറി സ്പേസ് അവിടെ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. അടുത്തതായിട്ട് ഡൈനാമിക് അലോക്കേഷൻ. ഡൈനാമിക് എന്ന വാക്കിനർത്ഥം പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ആ മെമ്മറിയെ അലോക്കേറ്റ് ചെയ്യിക്കുന്നത്. അതിനുള്ള ഉദാഹരണം ശരിക്കും പോയിൻ്റർ തന്നെയാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഈ പറഞ്ഞ ഡൈനാമിക് അലോക്കേഷൻ വരുമ്പോൾ അതിനായിട്ട് നമ്മൾ 2 ഓപ്പറേറ്റേഴ്സിനെ കൂടി പരിചയപ്പെടും. ഒന്ന് ന്യൂ ഓപ്പറേറ്റർ, ഒന്ന് ഡിലീറ്റ് ഓപ്പറേറ്റർ. എന്തിനാണ് ന്യൂ ഓപ്പറേറ്ററും എന്തിനാണ് ഡിലീറ്റ് ഓപ്പറേറ്ററും? കാരണം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണു? നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറിയെ നമ്മൾ അലോക്കേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആ മെമ്മറിയെ അതിനായി അലോക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള വാല്യൂസിനെ നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ വാല്യൂസിനെ നമ്മളവിടെ സ്റ്റോർ ചെയ്യിച്ച് ആ മെമ്മറിയെ നമ്മൾ അതിനായി പ്രയോജനപ്പെടുത്തുന്നു. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഓപ്പറേറ്റേഴ്സാണ് ന്യൂവും അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്പറേറ്ററും.
അപ്പോൾ മെമ്മറി അലൊക്കേഷൻ നമുക്ക് എത്ര തരമുണ്ട്? 2 തരം. ആദ്യത്തത് സ്റ്റാറ്റിക് അലൊക്കേഷൻ, അത് എക്സിക്യൂഷന് മുൻപ് സംഭവിക്കുന്നതാണ്. അത് കഴിഞ്ഞ് എക്സിക്യൂഷൻ സമയത്ത് സംഭവിക്കുന്നതിനെ ഡൈനമിക് അലൊക്കേഷൻ എന്ന് പറയുന്നു. സ്റ്റാറ്റിക് അലൊക്കേഷൻ ഒരു ഉദാഹരണം എറേയാണ്. കാരണം പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നതിന് മുൻപ് തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എറേയുടെ സൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും മെമ്മറി അതിനായിട്ട് നമ്മൾ അലൊക്കേറ്റ് ചെയ്യിക്കുന്നു. ഡൈനാമിക് ആണെങ്കിലോ നമുക്ക് ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റ് ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റ് ഓപ്പറേറ്ററും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. ഇനി ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് വരുന്നത് ന്യൂ ആൻഡ് ഡിലീറ്റ്. അതിൽ ആദ്യം തന്നെ ന്യൂ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഷോർട്ട് $SIPTR നമ്മളൊരു വേരിയബിൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഷോർട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ ഇൻറ്റിജറിനേക്കാൾ കുറച്ച് ചെറുതാണ് ഷോർട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ്. ഹോൾ നമ്പർ തന്നെ സ്റ്റോർ ചെയ്യുന്നതിന് യൂസ് ചെയ്യണതാണ്. അത് കഴിഞ്ഞാൽ ഫ്ലോട്ട് എന്താണെന്നറിയാം, ഡെസിമൽ ആയിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ. അത് $FIPTR എന്ന് കൊടുത്തു. ഇനി ഇവിടെ SIPTR ഈക്വൽ ടു ന്യൂ, അതേപോലെ FIPTR ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട്. ഇങ്ങനെയാണ് നമ്മൾ 2 വേരിയബിളിനെയും എന്ത് ചെയ്യണോ, ഡൈനമിക് ആയിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ SIPTR ഈക്വൽ ന്യൂ ഷോർട്ട്, കാരണം ഷോർട്ടാണ് അവിടുത്തെ ഡാറ്റ ടൈപ്പ്. അതേപോലെ FIPTR നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ വേരിയബിളിന്. ആ പേര് കൊടുത്തിട്ട് ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട് എന്ന് കൊടുക്കുന്നു. ഇനി മെമ്മറിയിൽ ഇതെങ്ങനെയാണ് വരണേന്ന് നോക്കാം. നമുക്ക് അത് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും, ഇപ്പോൾ നമുക്ക് എല്ലാ വേരിയബിൾ ലൊക്കേഷൻസിനെയും നമ്മൾ ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ 1000 മുതൽ കണ്ടിന്യൂസ്ലി ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ നമ്മളിപ്പോൾ ഷോർട്ട് SIPTR എന്ന് കൊടുത്ത ലൊക്കേഷൻ 1000 എന്ന മെമ്മറി അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്തത്. അത് കഴിഞ്ഞ് അടുത്തത് 1010-ലാണ്, അതായത് ഒരു ഓർഡറിലല്ല ഉണ്ടാവുക, അവിടെയും ഇവിടെയുമായിട്ടാണ് സ്റ്റോറിങ് നടക്കണേ. അതാണ് ഡൈനമിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്കിൽ മാത്രമാണ് എന്തുണ്ടാവണേ, നമ്മൾ എറേയുടെ കേസിലൊക്കെ പഠിച്ചിട്ടില്ലേ, സ്റ്റാറ്റിക്കിൽ എങ്ങനെയാണ്, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയിൽ ഓരോ ഇൻഡെക്സുകളായിട്ട് നമുക്ക് 0, 1, 2, 3 എന്നിങ്ങനെ ഓരോരോ ഇൻഡെക്സുകളായിട്ടാണ് സ്റ്റോർ ചെയ്യിക്കുന്നത് നമ്മൾ എറേയിൽ. പക്ഷേ പോയിൻ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെയല്ല. എന്താ ഉണ്ടാവണേ, മെമ്മറിയിൽ അത് ഏതെങ്കിലും ഒരു ഓർഡറൊന്നും ഇല്ലാതെ അതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ചിന്നിച്ചിതറി ഏതെങ്കിലും ഒരു മെമ്മറിയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈനാമിക് മെമ്മറി. കാരണം എന്താണ് അതിൻ്റെ പ്രത്യേകത? എക്സിക്യൂഷൻ നടക്കുന്ന സമയത്താണ് നമുക്കിവിടെ ഈ പറഞ്ഞ സ്റ്റോറേജ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ടുള്ളൊരു ഓർഡറിലല്ല, അതെങ്ങനെ അവിടെയും ഇവിടെയുമായിട്ട് ഉള്ള മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യണത്. അതിനായിട്ട് യൂസ് ചെയ്യുന്ന, സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? ന്യൂ ഓപ്പറേറ്ററാണ്. സ്റ്റാറ്റിക് മെമ്മറി ആൻഡ് ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ. സ്റ്റാറ്റിക് മെമ്മറിയുടെ പ്രത്യേകത, എക്സിക്യൂഷന് മുൻപായി ആ മെമ്മറിയെ നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നു. ഡൈനാമിക് മെമ്മറിയുടെ പ്രത്യേകത, എക്സിക്യൂഷൻ്റെ സമയത്താണ് നമ്മളതിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്ക് ഇപ്പോൾ എറേയൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മളവിടെ എത്ര വാല്യൂ സ്റ്റോർ ചെയ്യിക്കണമോ അതനുസരിച്ച് ആ മെമ്മറീനെ റിസർവ് ചെയ്ത് വെച്ചു. ഡൈനാമിക് മെമ്മറിയിലാവുമ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ടാണ് ആ മെമ്മറി അലൊക്കേറ്റ് ആവുന്നത്. സ്റ്റാറ്റിക് മെമ്മറിയിൽ നെക്സ്റ്റ് നോ ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ്. ഇതിനായി പ്രത്യേക ഓപ്പറേറ്റർ സംവിധാനമൊന്നും ആവശ്യമില്ല. പക്ഷേ ഡൈനമിക്കിൽ ന്യൂ ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിക് മെമ്മറിയിൽ നമുക്ക് പോയിൻ്റർ വേണ്ട, ഡൈനമിക്കിൽ പോയിൻ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റയെ റെഫറൻസ് ചെയ്യുന്നതിന് സാധാരണയായിട്ട് നമ്മൾ വേരിയബിൾസിനെ ഉപയോഗിക്കുന്നു. ഡൈനാമിക് മെമ്മറി അലൊക്കേഷനിൽ നമ്മൾ പോയിൻ്റർ വേരിയബിളിനെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തന്നെ ഡി അലൊക്കേഷൻ ഇല്ല. പക്ഷേ ഇവിടെ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉണ്ട് നമുക്ക് ഡി അലൊക്കേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഡൈനാമിക് മെമ്മറി അലൊക്കേഷനിൽ ഡി അലൊക്കേഷൻ നമുക്ക് നടന്നില്ല എന്ന് വെച്ചാൽ മെമ്മറി ലീക്ക് ഉണ്ടാകും. അപ്പോൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ എങ്ങനെയാണ്? എക്സിക്യൂഷന് മുൻപായിട്ട് നമ്മളൊരു മെമ്മറിയെ റിസർവ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് അതിന് നമുക്ക് ഒരു ഓപ്പറേറ്റേഴ്സൊന്നും അതിന് പുതിയതായിട്ട് ആവശ്യമില്ല.
പോയിൻ്റർ നമ്മൾ സ്റ്റാറ്റിക് മെമ്മറിയിൽ യൂസ് ചെയ്യണില്ല. ഡാറ്റയെ റെഫറൻസ് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യണത്. പിന്നെ ഡി അലൊക്കേറ്റ് ചെയ്യുക, അതായത് ആവശ്യം കഴിഞ്ഞാൽ ആ മെമ്മറിയെ നമ്മൾ കളയാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡൈനാമിക് മെമ്മറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിലാണ് ആ വാല്യൂ അവിടേക്ക് നമ്മൾ കയറിപ്പോണത്. അതിനായിട്ടുള്ള മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നതിന് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. പോയിൻ്ററാണ് ഇവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റർ വേരിയബിളാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യം കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡി അലൊക്കേഷൻ നടത്തുന്നത്.